പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 90ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചെടികളിൽ പൂക്കൾ പോലെ തന്നെ മനോഹരമാണ് ഇലകളും. വർണ്ണവൈവിധ്യമാർന്ന ഇലകൾക്ക് വേണ്ടി വളർത്തുന്ന ധാരാളം ചെടികൾ ഉണ്ട്. ഉദ്യാനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത്തരം സസ്യങ്ങളെയാണ്. അവയിൽ പ്രധാനപ്പെട്ട ഒരു ഇനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കോഡിയം വെരിഗേറ്റം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം ഇലകളുടെ ആകൃതി, നിറം എന്നീ കാര്യങ്ങളിൽ ഒന്നിനൊന്ന് വേറിട്ട് നിൽക്കുന്ന സസ്യമാണ്. ഇത്തരം അലങ്കാര ചെടികൾക്ക് പൊതുവെ ക്രോട്ടൺ എന്നാണ് പേര്. എന്നാൽ പലപ്പോഴും ഇത് മറ്റൊരു വിഭാഗം ക്രോട്ടൺ സസ്യമായി തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. യൂഫോർബേസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്നതും ഏതാണ്ട് 700ഓളം വിഭാഗത്തിൽ ഉള്ളതും ഒരടി മുതൽ കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതുമായ തികച്ചും വ്യത്യസ്തമായ വിഭാഗമാണ് ക്രോട്ടൺ. ഇതിൽ നിന്നും വ്യത്യസ്തമാണ് കോഡിയം വെരിഗേറ്റം എന്ന സസ്യം. ശ്രീലങ്കൻ സ്വദേശി എന്ന് കരുതപ്പെടുന്ന ഈ ക്രോട്ടൺ വിഭാഗം അലങ്കാര ചെടിയുടെ ഏറ്റവും അധികം സങ്കര ഇനങ്ങൾ കാണപ്പെടുന്നത് ഇന്ത്യയിലാണ്. ഓസ്ട്രേലേഷ്യ, ഓഷ്യാനിയ എന്നിവിടങ്ങളും സ്വദേശമായ ഈ സസ്യത്തിൻ്റെ അപരനാമങ്ങളാണ് ഫയർ ക്രോട്ടൺ, ഗാർഡൻ ക്രോട്ടൺ എന്നിവ. നിത്യഹരിതവും ഏകലിംഗവുമായ ഈ കുറ്റിച്ചെടി 3 മീറ്ററോളം ഉയരത്തിൽ കട്ടിയേറിയ കാണ്ഡങ്ങളോടെ വളരുന്നു. തുകൽ പോലെയും തിളങ്ങുന്നതുമായ ഇലകൾ ഓൾട്ടർനേറ്റ് രീതിയിൽ കാണ്ഡത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. അവയ്ക്ക് 5 മുതൽ 30 സെൻറ്റിമീറ്റർ നീളവും 5 മുതൽ 8 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ കാണപ്പെടുന്നവയിൽ ഏകദേശം 800 ഇനങ്ങളിൽ ഏറിയ പങ്കും ബാംഗ്ലൂരിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇലകളുടെ വർണ്ണവൈവിധ്യമാണ് സസ്യത്തെ പ്രശസ്തമാക്കുന്നത്. അവ പച്ച, മഞ്ഞ, പിങ്ക് നിറങ്ങളിൽ കാണപ്പെടുന്നു. ഇലഞ്ഞെട്ടിന് 0.2 മുതൽ 2.5 സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും. പൂക്കൾ നീളത്തിലുള്ള കുലകളായി കാണപ്പെടുന്നു. അവയ്ക്ക് 8 മുതൽ 30 സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടാവും. ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെയാണ് കാണപ്പെടുന്നത്. ആൺപൂക്കൾ വെളുത്തതും 5 ചെറിയ ഇതളുകളോട് കൂടിയതുമാണ്. അവയിൽ 20 മുതൽ 30 വരെ പരാഗികൾ ഉണ്ടായിരിക്കും. പരാഗരേണുക്കൾ അണ്ഡാകൃതിയിലുള്ളവയാണ്. പെൺപൂക്കൾ നേരിയ മഞ്ഞ നിറത്തിൽ ഇതളുകളില്ലാതെ കാണപ്പെടുന്നു. ശരത്കാലത്തിൻ്റെ തുടക്കത്തിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. ചെടി വളരുന്ന ലൊക്കേഷൻ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാം. പൂക്കൾ അനാകർഷകമായതിനാൽ ഉണ്ടാകുമ്പോൾ തന്നെ നീക്കം ചെയ്യുന്നതാണ് നല്ലത്. കൃത്രിമ പരാഗണത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ ഉപയോഗിച്ചാണ് ക്രോട്ടൺ ചെടികളിൽ പുതിയവ ഉണ്ടാക്കുന്നത്. കമ്പുകൾ മുറിച്ചു നട്ടും പതിവച്ചും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. ഒരടിയോളം നീളമുള്ളതും മുകുളങ്ങൾ ഉള്ളതുമായ തണ്ടുകൾ മുറിച്ചു നട്ടാണ് ക്രോട്ടൺ സാധാരണയായി വളർത്തുന്നത്. സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ് ക്രോട്ടൺ നടുന്നതിന് ഏറ്റവും അനുയോജ്യമായ കാലം. ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഇവ ഉച്ചവരെ നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തും ഉച്ചയ്ക്ക് ശേഷം ഭാഗികമായി സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തും നടുന്നതാണ് ഉത്തമം. തണൽ അധികമായാൽ തണ്ടുകൾ നീളം വയ്ക്കുകയും ഇലകളുടെ നിറം മങ്ങി അനാകർഷകമാവുകയും ചെയ്യും. നിലത്ത് നടുമ്പോൾ നീർവാഴ്ചയുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം. ചെടിയുടെ സൗന്ദര്യം നിലനിൽക്കുന്നത്
ചെടി നിറയെയുള്ള ഇലകളിലാണ്. അതിനാൽ കമ്പുകോതൽ വളരെ അത്യാവശ്യമാണ്. ചെടി നട്ട് ഏകദേശം 1 അടി പൊക്കമായാൽ തൂമ്പ് നുള്ളിക്കളയണം. അപ്പോൾ കൂടുതൽ ശാഖകൾ ഉണ്ടാകും. പുതിയ ശിഖരങ്ങൾ 1 അടി വലിപ്പത്തിൽ താഴ്ത്തിവെട്ടി വീണ്ടും വളരാൻ അനുവദിക്കണം. കമ്പുകോതൽ വർഷത്തിലൊരിക്കലെങ്കിലും മഴക്കാലത്തിന് മുമ്പായി നടത്തണം. ചട്ടിയിൽ വളർത്തുമ്പോൾ വർഷത്തിലൊരിക്കൽ മിശ്രിതം മാറ്റി പുതിയത് നിറയ്ക്കണം. വേനൽക്കാലങ്ങളിൽ ദിവസേന 2 നേരം നനയ്ക്കണം. ചട്ടിയിൽ വളരുന്നവയ്ക്ക് മിശ്രിതം നനയാനാവശ്യമായ വെള്ളം മതി. ഈർപ്പം അധികമായാൽ ഇല കൊഴിയാൻ കാരണമാകും. ജൈവവളമാണ് അനുയോജ്യം. താരതമ്യേന രോഗകീടബാധകൾ കുറഞ്ഞ ഈ ചെടികൾക്ക് വേനൽക്കാലത്ത് കാണുന്ന പ്രധാനപ്പെട്ട കീടമാണ് മുഞ്ഞ. വെള്ള നിറത്തിൽ പഞ്ഞിക്കെട്ടുപോലെ തണ്ടിലും ഇലയിലും പറ്റിപ്പിടിച്ച് വളരുന്ന ഇവ ചെടിയുടെ നീര് ഊറ്റിക്കുടിക്കുന്നു. ഇത് ഇല കൊഴിയാൻ കാരണമാകാം. സസ്യത്തിൻ്റെ കായകൾ ഭക്ഷ്യയോഗ്യമല്ല. 9 മില്ലിമീറ്റർ വ്യാസമുള്ള ക്യാപ്സ്യൂൾ പോലെയുള്ള കായകൾ വിഷകാരിയാണ്. ചെടി മുറിക്കുമ്പോഴോ പൊട്ടിക്കുമ്പോഴോ പുറത്തേക്ക് ഊറി വരുന്ന പാൽ പോലെയുള്ള കറ വിഷാംശമുള്ളതാണ്. കണ്ണുകൾ, ചെവി, മൂക്ക്, വായ്, സ്വകാര്യ ഭാഗങ്ങൾ, തുറന്ന മുറിവുകൾ എന്നീ ഭാഗങ്ങളിലായാൽ എരിയുന്നതുപോലെയുള്ള വേദന, ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടും. കൂടാതെ താൽക്കാലികമായി സംവേദനക്ഷമത നഷ്ടപ്പെടാം. അകത്തള സസ്യമല്ലാത്ത ക്രോട്ടൺ ചെടികൾക്ക് 13 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നിലനിൽക്കാൻ സാധിക്കുകയില്ല. ഏതാണ്ട് 100-ൽ പരം സങ്കരയിനം തൈകൾ വളർത്തിയെടുത്തിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രശസ്തമായ ഇനങ്ങളാണ് സ്പൈറെയിൽ. ഇവയിൽ മഞ്ഞയും പച്ചയും കലർന്ന ഇലകൾ പിരിഞ്ഞിരിക്കും. ആൻഡ്രീനം വീതിയേറിയതും അണ്ഡാകൃതിയുള്ളതും സ്വർണ്ണ നിറത്തിൽ ഞരമ്പുകളോട് കൂടിയതും മഞ്ഞ നിറത്തിലുള്ള ഇലകളുമാണ് ഇതിൻ്റെ പ്രത്യേകത. മെജസ്റ്റിക്കം 25 സെന്റിമീറ്റർ നീളത്തിലുള്ള ഇലകൾ കൂട്ടമായി കാണപ്പെടുന്ന ഇനമാണ് ഇത്. ഓറിയോ മാക്കുലേറ്റം മഞ്ഞപ്പുള്ളികളുള്ള ഇലകളോട് കൂടിയ ഇനം. സസ്യത്തിൻ്റെ എല്ലാ ഭാഗവും വിഷകാരിയാണ്. 5-ഡിയോക്സിസുഞ്ചിനോൾ എന്ന ആൽക്കലോയിഡ് സസ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. സസ്യത്തിലുള്ള ഒരുതരം ഓയിൽ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള ഘടകമാണ് എന്ന് സംശയിക്കുന്നു. സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും അപകടകരമാണ്. വാസ്തുശാസ്ത്രപ്രകാരം ക്രോട്ടൺ ചെടികൾ വീടിൻ്റെയും ഓഫീസിൻ്റെയും സമീപങ്ങളിൽ വളർത്തുന്നത് ശുഭസൂചകമാണ്. വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ തെക്ക് ഭാഗത്തോ നടുന്നതാണ് ഉത്തമമായി കരുതപ്പെടുന്നത്. ജപ്പാനിലെ ഒക്കിനാവയിലെ ക്രോട്ടൺ പ്ലാന്റ്, മുഴുവൻ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന കൽക്കത്തയിലെ ഒരു ക്രോട്ടൺ പ്ലാന്റ്, ബൊട്ടാണിക്കൽ ഗാർഡനിൽ വളരുന്ന പെട്ര ക്രോട്ടൺ ചെടി, പച്ചയും മഞ്ഞയും കലർന്ന ക്രോട്ടൺ ചെടി. ഇപ്രകാരം വിവിധ തരത്തിൽ ക്രോട്ടൺ ചെടികൾ ഉണ്ട്. വായു ശുദ്ധീകരണം നടത്തുന്ന 50 ചെടികൾ നാസ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ ഒന്നാണ് ക്രോട്ടൺ. അന്തരീക്ഷത്തിലെ ദോഷകരമായ ഘടകങ്ങളെ സ്വീകരിച്ച് അനുയോജ്യമായ പോഷകഘടകമാക്കി സസ്യം മാറ്റുന്നു. നഴ്സറികളിൽ സസ്യത്തിൻ്റെ തൈകൾ ലഭ്യമാണ്. മനോഹരമായ ഒരു ക്രോട്ടൺ ചെടി നമ്മുടെ ഉദ്യാനത്തിലും ഉണ്ടാവട്ടെ. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.